ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ ആർജെ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന ആർജെയാണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ അറിവിലില്ല. യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അയ്യോ ശരിയാണ്, എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട്, ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട്. 3 വീടുകൾ നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ 2 വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം. കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല, ഈ തൊഴിലിനോട് താല്പര്യമില്ല, ഈ സമൂഹത്തിനോട് താല്പര്യമില്ല. ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു. ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എൻ്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ, എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും. ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ, ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല, അതിൽ ആത്മാർത്ഥത കുറവുണ്ട്, ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു. എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു. പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത്, 1000 രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേ വരെ എൻ്റെ അറിവിൽ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കൂ. നിന്റെ ചിരി എവിടെ പോയടി, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി, ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചിരിച്ച് സംസാരിക്കാനുള്ള മാനസിക കഴിഞ്ഞ ദിവസം ആർജെ അഞ്ജലി മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നിട്ട് പോലും ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ മൊത്തം ഇവർക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്തൊക്കെ മാപ്പ് പറഞ്ഞാലും അത് ശരിയാവത്തില്ല, അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോൺ റെക്കോർഡൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നത് പുറത്ത് വിടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുള്ളിക്കാരത്തി പുതിയ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അത് അവരെ പ്രൈവസിയാണ്, അങ്ങനെയൊന്നും പുറത്ത് വിടാൻ പറ്റത്തില്ല. അതിനുശേഷം ഉണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരി ന്യായീകരിച്ച് കുറേ ഞാനിതേ കണക്ക് കുറേ പേര് പഠിപ്പിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേയധികം വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യം, തെറ്റ് പറ്റിയാൽ ഓക്കെ, തെറ്റ് പറ്റി അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളതിനൊരു സോറി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ട് അതിനുശേഷം നെഗറ്റീവ് ചിലപ്പം വരാം, അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ അതിന് എപ്പോഴും ഇങ്ങനെ വന്ന് റിപ്ലൈ പറയാൻ നിന്നാൽ അതിനേ സമയം കാണത്തുള്ളൂ. നിങ്ങൾക്ക് റിയലായിട്ട് ആ ഒരു കാര്യത്തിൽ വിഷമം ഉണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ വിളിച്ച് സോറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പം കമൻറ്റ്സ് ഇടുന്നവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, അതിൽ റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. എന്തായാലും ആർജെ അഞ്ജലി ചെയ്ത തെറ്റ് പുള്ളിക്കാരിക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് ക്ഷമ ചോദിച്ചതിന് നല്ലൊരു കാര്യമാണ്.